ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു തൈര് കറിയാണ്. ഗ്യാസിൽ വെക്കുക ഒന്നും വേണ്ട, ഇളക്കും അതാക്കൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. ആ തൈര് ഒന്ന് ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ വേണമെങ്കിൽ അരിയട്ടെ, നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞ് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയും കട്ട് ചെയ്ത് കൊടുക്കുക, എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അത് 3 ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫോർക്കാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യൽ കേട്ടോ. അപ്പോൾ ഫോർക്കാകുമ്പോൾ പെട്ടെന്നൊരു കട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഇങ്ങനെ ഇതായിട്ട് വരും. സ്പൂണാണെങ്കിൽ ടൈം എടുക്കും. അപ്പോൾ തൈരല്ല, അപ്പോൾ ഞാൻ നല്ല ഫോർക്ക് വെച്ചാൽ അതിന് പെട്ടെന്ന് തന്നെ ആവും. ഇനി തുള്ളി വെള്ളം ഞാൻ ലൂസാകുമ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ലൂസൊക്കെ ഓരോരുത്തർ ഇഷ്ടം, ഒരുപാട് ലൂസ് ആവരുത്. ഇതാ കുറച്ച് ലൂസായിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. ഒരുപാടെടുത്ത് വെള്ളം ഒഴിക്കാൻ പാടില്ല, കുറച്ച് തിക്കിൽ തന്നെ കറിയിരിക്കണം. അപ്പോൾ ഇതങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ വയ്ക്കുക. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായിക്കോട്ടെ, കുഴപ്പമില്ല, ടേസ്റ്റ് കൂടും. അതിന് ശേഷം 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലൊക്കെ കുറച്ച് കൂടുതലിട്ട ടേസ്റ്റ് കൂടും. അതിന് ശേഷം ഒരു നുള്ള് കായപ്പൊടിയാണ് ഞാൻ ഇട്ടത്, അത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. കായപ്പൊടി വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടാൽ മതി, കരിഞ്ഞു പോകണ്ട. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തതിലേക്ക് ഈ വറവ് ഇട്ട് കൊടുക്കുക. വറവ് ഞാൻ ഫുള്ളായിട്ട് പൊട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വറവും തൈരും ഒക്കെ കൂടി ഒന്ന് മിക്സ് ആവേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമ്മളെ കറി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ലൂസ് വേണമെങ്കിൽ കുറച്ച് 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ലൂസ്, കറി പോലെ ലൂസ് ആവരുത്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ ഒരു തിക്കാണ്. കുറച്ചുകൂടി ടേബിൾ സ്പൂൺ വെള്ളം വെച്ചാൽ കുഴപ്പമില്ല, വെള്ളം ഒരുപാട് ആവരുതെന്ന് മാത്രം. അപ്പോൾ ഒരു ടേസ്റ്റ് പോവും. ഇങ്ങനെ ആകുമ്പോഴാണ് ടേസ്റ്റ് കഴിക്കാൻ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഇപ്പോൾ ഒരു സുഖമില്ലാതിരിക്കുന്ന ദിവസമാണെങ്കിൽ, പെട്ടെന്ന് എണീക്കാൻ ലേറ്റ് ആവുന്ന ദിവസമൊക്കെ, എന്തെങ്കിലുമൊക്കെ വേഗമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. പച്ചക്കറി ഇല്ലാത്ത ദിവസമൊക്കെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യും. ഇതിൻ്റെ കൂടെ ഒരു പപ്പടം വേണമെങ്കിൽ പപ്പടം, ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു ഓംലേറ്റ് ഉണ്ടായാലും നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.